ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ജയനഗർ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വൻ ക്രൗഡായിരുന്നു. അതിന് എന്ത് മാർക്കറ്റിംഗാണ് യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു ക്രൗഡ് നിറഞ്ഞ്. ഹലോ ഗായ്സ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വൻ വിജയമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് എസ്പെൻഷൻ. അവർക്കിപ്പോൾ കേരളത്തിൽ 32ഓളം ബ്രാഞ്ചുകളായി. പക്ഷേ അവർ കേരളത്തിൽ മാത്രമല്ല ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത്, ബാംഗ്ലൂരിലും അവർ നല്ല രീതിയിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മൂന്നാമത്തെ ബ്രാഞ്ച് ജയനഗർ ഹൈ സ്ട്രീറ്റ് കോംപ്ലക്സിൻ്റെ ഉള്ളിലായിട്ട് മെയിൻ സ്റ്റോറായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്രാഞ്ച് അവർ HSR ലേഔട്ടിലായിരുന്നു, സെക്കൻഡ് ഇലക്ട്രോണിക് സിറ്റി, ഇപ്പോൾ തേർഡ് ജയനഗറിലെത്തി. മെയിനായിട്ടുള്ള ഏരിയകളിലൊക്കെ എക്സ്പാൻഷൻ ഡെവലപ്പായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിലും. അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് 35ഓളം ബ്രാഞ്ചുകൾ ടോട്ടലായിട്ട് പറയുന്നു. അപ്പോൾ പല ആൾക്കാരും നമ്മളിതിൻ്റെ ആദ്യ വീഡിയോ ചെയ്ത സമയത്ത് എക്സ്പാൻഷൻ ബാംഗ്ലൂരിലുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എത്തിയത്. ഞാനും വ്ളോഗ് ചെയ്യാൻ എത്തിയ സമയത്താണ്, കാരണം നമ്മൾ ബാംഗ്ലൂരുകാരാണല്ലോ, നമുക്കിപ്പം നാട്ടിലുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാംഗ്ലൂരിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ ബാംഗ്ലൂരിൽ വന്ന സമയത്താണ് ഇങ്ങനത്തെ ഇത്രയും നല്ലൊരു ബ്രാൻഡ് ഉണ്ട് ഇവരിൽ, ഇത്രയും നല്ല ക്ലോത്ത്സ്, വളരെ എന്താ പറയുക, ഇപ്പം ഞാൻ തന്നെ എനിക്കൊരു ഫോർമലായിട്ടോ അല്ലെങ്കിൽ കാഷ്വലായിട്ട് ഷർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീൻസ്, അല്ലെങ്കിൽ ഒരു ഫോർമൽ പാൻറ്റ് ഞാൻ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളല്ലോ, ഒന്നെങ്കിൽ മുണ്ടിൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്ന ഡ്രസ്സായിരിക്കണം, അല്ലെങ്കിൽ ഫോർമലായിട്ട് ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിരിക്കും. ഇതിന് ഞാൻ മെയിനായിട്ട് വരുന്ന ഒരു സ്റ്റോറാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. കാരണം അത്രയും വെറൈറ്റി ഓഫ് ക്ലോത്ത്സ് ഉണ്ട്, സ്റ്റുഡൻസിനായിക്കോട്ടെ, പിന്നെ ലൈക്ക് ഏതൊരു പ്രായത്തിലുള്ള ഒരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്സ് ഉള്ളൊരു സ്റ്റോർ. ഇപ്പം ലിനൻ ആയിക്കോട്ടെ, നോർമലായിട്ടുള്ള ഫോർമൽ ആയിക്കോട്ടെ, കാഷ്വൽ ആയിക്കോട്ടെ, എല്ലാം ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ജയനഗർ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വൻ ക്രൗഡായിരുന്നു. അതിന് എന്ത് മാർക്കറ്റിംഗാണ് യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു ക്രൗഡ് നിറഞ്ഞു കിടക്കുമായിരുന്നു. എനിക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടിയ സമയത്ത് എങ്ങനെയാണ് ബാംഗ്ലൂരിലത്തെ ആൾക്കാർ ഇത്രയും ആളുകൾ ഒരു സ്റ്റോറിലേക്ക് കയറുക? കാരണം ഇവിടുത്തെ ആൾക്കാർ ഫുൾ ടൈം ഒരു ബിസിയാണ്, ഒരു പരിപാടിക്ക് എത്താത്ത ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ആ ഒരു ക്യൂവും ആ ഒരു തിരക്കും സ്റ്റുഡൻസും പിന്നെ ഏറ്റവും കൂടുതൽ ഗേൾസ് വരെ ആ ഒരു ഡേ ഷോപ്പിങ്ങിനായിട്ട് എക്സ്പാൻഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളികളെക്കാൾ കൂടുതലായിട്ട് കന്നഡിഗാസും ബാംഗ്ലൂരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു സ്റ്റോറിലെത്തി വൻ ക്രൗഡ് തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. ആ ഒരു സംഭവം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മലയാളിയുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഇവിടെ ബാംഗ്ലൂർ വന്ന് നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം കോമ്പറ്റീഷൻ്റെ അങ്ങേ അറ്റാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞത്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ബ്രാൻഡ് മൈൻഡഡ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ എത്ര പൈസ കൂടിയാലും പ്രശ്നമില്ല. പക്ഷെ അതേസമയം നമ്മൾ എക്സ്പാൻഷനിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല ഒരുവിധം ഷർട്ട്സ്, ഇപ്പം എന്താ പറയുക, പല ഷർട്ട്സും. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങുന്ന ഷർട്ട്സിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 800, ഞാൻ ആ ഒരു റേറ്റിൽ വാങ്ങാറുണ്ട്. ഇവിടെ എത്ര റേറ്റിലാണ് തുടങ്ങുന്ന ഷർട്ട്സൊക്കെ? 900. ഓക്കെ, 900 റേറ്റിലൊക്കെ ഷർട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1200 ഒക്കെ പാൻസിനൊക്കെ ഉണ്ടാവില്ലേ, ഫോർമലൊക്കെ? ഫോർമൽ പാൻസിനൊക്കെ ഒരു 1200. അപ്പം നല്ല സുഖമായിട്ട് ഒരാൾക്ക് ഒരു 2000 റുപ്പീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷർട്ട്സും അതേപോലെ തന്നെ ലൈക്ക് നല്ല ഫോർമൽ പാൻസും. ജീൻസിനൊക്കെ എങ്ങനെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1299. ലൈക്ക് ഞാൻ ഇവരുടെ 2 ജീൻസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കളക്ഷൻസും ഉണ്ടല്ലേ സ്വെറ്റേഴ്സിലും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രെൻഡ് ഓഫ് ഫാഷൻ ആയിക്കോട്ടെ അതിൻ്റെ കളക്ഷൻസ് ഇവരെ കയ്യിലുണ്ട്. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള പല ഷർട്ട്സും എക്സ്പാൻഷൻ്റെ തന്നെയാണ്. കാരണം എനിക്കിപ്പോൾ ഒരേ സമയം ഒരു 3-4 ഷർട്ട് ഒരുമിച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 3000 റുപ്പീസ് ബഡ്ജറ്റിൽ എനിക്ക് പല സമയത്തും എനിക്ക് എക്സ്പാൻഷന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിടയ്ക്ക് ഓഫർ ഇടാറില്ലേ? ഓഫർ ഇടുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. ആ സമയത്തൊക്കെ എനിക്ക് നല്ല ലാഭത്തിൽ കിട്ടിയിട്ടുമുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ടും ഇവരുതാണ്. എനിക്ക് മുണ്ടിന് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ ഷർട്ട്. അപ്പം ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സ്റ്റുഡൻസിനുള്ള സംഭവമാണ്. നമുക്കറിയാം ഈ ജയനഗറിൻ്റെ അടുത്തായിട്ടാണ് ക്രൈസ്റ്റ് കോളേജും പിന്നെ ജെയിൻ കോളേജും ഒരുവിധം എല്ലാ കോളേജസും ഉള്ളത്. ഇത് ഇതിന് കോഡ്രോയ് പാൻറ് എന്ന് പറയണോ? കോഡ്രോയ് പാൻറ്, ക്രോക്ക് ഫിറ്റ് എന്ന് പറയും. അപ്പം ഇതിൽ തന്നെ കളേഴ്സ്, ഇവരിൽ വെറൈറ്റി കളേഴ്സാണ് ഉള്ളത് സംഭവം. ഇതിപ്പോൾ ശരിക്കും മീൻ പിടിക്കാൻ പോകുമ്പോഴല്ലേ ഇത് ഫാഷനായി മാറിയില്ലേ? മീൻ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷുകാർ മീൻ പിടിക്കാൻ പോകുമ്പോൾ കാണുന്ന ഒരു സാധനമാണ്. പിന്നെ ഗോൾഫ് ക്ലബ്ബിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന സംഭവം, ടീഷർട്ട്സ്, കൈൻഡ് ഓഫ് ടീഷർട്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമ്മൾ അറിയാത്ത പേരുകളുണ്ട് ഇതിൽ. ഇനിയും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറും കൂടി ഉണ്ട്. അപ്പോൾ താഴെ നമുക്ക് ഒരുവിധം പല കളക്ഷൻസും ഇതിൽ കാണാം. ഇതിൻ്റെ പേരൊക്കെ ഒരുവിധം ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഞാനും പഴയ ഒരാളൊന്നല്ല, പക്ഷേ നമ്മൾ ഈ മുണ്ടെടുത്ത് ശീലമായതുകൊണ്ട് ഇതിനനുസരിച്ചുള്ള ഷർട്ട്സും ടീഷർട്ട്സും പാൻസൊക്കെ യൂസ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് പ്രിൻറ്റിങ് ആണെങ്കിലും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. പാൻസിലാണെങ്കിലും നമുക്ക്
ലൈക്ക് ബാഗി പാൻസും നോർമൽ പാൻസും ഒക്കെ അല്ലേ, ഫോർമലും എല്ലാ പാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കളേഴ്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ടാവും, പല കളേഴ്സിലുള്ള കളക്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പം കോളേജിലേക്കൊക്കെ ഇവിടെ കുട്ടികളൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പം ഒരു BBA ഒരു ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ക്രൈസ്റ്റിലും ജെയിനിലും ഇവിടെ ഒരുപാട് കോളേജും നാഷണൽ കോളേജും അങ്ങനെ കുറേ കോളേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിയർലി പാർട്ടാണ് ഈ ജയനഗർ. ജയനഗർ എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളികളുടെ ഒരു ഷോപ്പിംഗ് ഏരിയ അല്ല, നമ്മുടെ ബാംഗ്ലൂരിലുള്ള ബാംഗ്ലൂരിയൻസിൻ്റെ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും കൂടി വരുന്നുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഹായ്, ഇവിടെയുള്ള കളക്ഷൻസ് അവിടെയുള്ള കളക്ഷൻസ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? ആ, മിക്സ് ആക്കി വെച്ചെന്നുള്ളൂ അല്ലേ. ഇത് എങ്ങനെ ഷർട്ട്സിൻ്റെ ഇത് ഏത് ക്വാളിറ്റിയാണ്? കോട്ടൺ. ഓക്കെ, ഇതൊരു കോട്ടൺ റെഗുലർ ഫിറ്റാണ്. പിന്നെ ടീഷർട്ടിൽ തന്നെ പാച്ച് ജീൻസ്. ഇത് കാർഗോ പാൻസ് പറഞ്ഞൂടെ? ജോഗർ ടൈപ്പ്. ഓക്കെ 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 ഓക്കെ, നോർമൽ ഫിറ്റ് വരുന്നത് അല്ലേ. ഇപ്പോൾ രാവിലാണ്, വലിയ തിരക്കൊന്നുമില്ല. ഞാൻ രാവിലെ 10 മണിക്ക് തന്നെ വന്നിട്ട് ഇവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. കാരണം ആ ഒരു ക്രൗഡും ഇവരുടെ ഈ ഒരു കളക്ഷൻസും അത് അമേസിങ് ആണ്. കാരണം ഇങ്ങനത്തെ ഇത്രയൊരു അടിപൊളി സ്റ്റോറിൽ ഈ ഒരു പ്രൈസിന് ഡ്രസ്സ് കിട്ടുകയെന്ന് പറയുന്നത് മീൻസ് ക്വാളിറ്റി, ബെസ്റ്റ് ക്വാളിറ്റിയാണ് ആൻഡ് കംഫോർട്ട് ഫിറ്റാണ്. ഇത് എൽ സൈസാണ്. ഇപ്പോൾ ഞാൻ ഇട്ട ഷർട്ട് ഞാൻ ഓൾമോസ്റ്റ് XL അല്ലെങ്കിൽ XXL ആണ് ഷർട്ട് യൂസ് ചെയ്യേണ്ടി വരിക ഒരു നോർമൽ ബ്രാൻഡാണ്. പക്ഷേ നമുക്കിത് ഒരു പെർഫെക്റ്റ് ഫിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ എൽ സൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിവേ എനിക്ക് എന്തായാലും ഇവരെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലാത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് അറിയാത്ത ഒന്നാമത് മലയാളികളില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ ചീത്ത പറയാൻ പോകുന്നില്ല എന്നുള്ള ഒരു നല്ല വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര കംഫർട്ടബിളായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനും കഴിഞ്ഞൊരു 2023 HSR ഓപ്പൺ ആയത്, ഡിസംബർ. ആ സമയം മുതൽ ഞാൻ HSR ലേഔട്ട് എനിക്ക് വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരുവിധ വരെ കളക്ഷൻസിനെ കുറിച്ച് അറിയാം. അപ്പം ഈ ടീഷർട്ട്സ് ആണെങ്കിലും നമുക്ക് നല്ല വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ട്സും അല്ലെങ്കിൽ ഒരു കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ട്സൊക്കെയാണ് ഇവർ പ്രൊഡക്ട്സിൽ. ഞാനും എൻ്റെ ഈ സെയിം കളേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓൺലൈനിൽ സെല് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് എത്ര ദിവസം കൊണ്ട് നമുക്ക് കിട്ടുക? 1 ഡേ കിട്ടുമോ അല്ലെങ്കിൽ 2 ഡേ? ഓക്കെ. പാൻ ഇന്ത്യ ആണോ? പാൻ ഇന്ത്യ ഡെലിവറി അല്ലേ? അപ്പോൾ പാൻ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇവർ ഓൺലൈനായിട്ട്. നിങ്ങൾ ബാംഗ്ലൂരിലൊരു ഷോപ്പിംഗ് നോക്കുന്നുണ്ടെങ്കിൽ ജയനഗർ എന്ന് പറയുന്നൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിൽ വരുന്ന സമയത്ത് ഹൈ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സിൽ വന്ന് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ മെയിൻ നിങ്ങൾക്കൊരു എന്താ പറയുക സ്റ്റോറ് കാണാം, ക്ലോത്തിങ് സ്റ്റോറ് എക്സ്പാൻഷൻ്റെ. അപ്പോൾ എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് സിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഇലക്ട്രോണിക് സിറ്റിയിൽ M5 മാളിൽ ഇവരുടെ സ്റ്റോറുണ്ട്. ലൈക്ക് HSR ലേഔട്ട് ആണെങ്കിൽ ദ ബെസ്റ്റ് സ്റ്റോർ. കാരണം ഞാൻ എപ്പോഴും പോകുന്ന അവിടെയാണ്. HSR ലേഔട്ട് എനിക്ക് അടുത്താണ്. അപ്പം നിങ്ങൾ എന്തായാലും 3 പോയി നോക്കുക. പിന്നെ ഇവരുടെ ഓഫേഴ്സൊക്കെ ഉള്ള ടൈമിൽ അപ്ഡേറ്റ്സ് കിട്ടും. നമ്പറൊക്കെ ഒന്ന് കൊടുത്ത് കണക്ട് ചെയ്യുക. ഒരു ഷോപ്പിംഗ് ചെയ്യുന്നൊരു ജെൻസിന് ക്ലോത്തിങ് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, മെയിലാണ്. അപ്പോൾ നിങ്ങൾ ഗേൾസിന് ആണുങ്ങൾക്ക് നല്ല ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു ക്ലോത്തിങ് സ്റ്റോറാണ്. സോ താങ്ക് യു.